ഹലോ ഡിയേഴ്സ്, അപ്പോൾ സേ എക്സാമിന് എങ്ങനെ പഠിക്കണം അതിന്റെ ടൈം ടേബിൾ കാര്യങ്ങൾ വന്നിട്ടുണ്ട്. സോ അതുമായി ബന്ധപ്പെട്ടാണ് ഈ ഒരു വീഡിയോ. അപ്പം നിങ്ങൾക്കറിയാം ജൂൺ 29-നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഒപ്പം തന്നെ അതിനകത്ത് ആപ്ലിക്കേഷൻ കൊടുക്കേണ്ടത് ജൂൺ 1-നാണ്. ആ കാര്യം നിങ്ങൾക്കറിയാം. സോ അതുമായി ബന്ധപ്പെട്ട് നമുക്ക് നിങ്ങൾ എങ്ങനെയാണ് പഠിക്കേണ്ടത് എന്നുള്ള കാര്യങ്ങളെല്ലാം സേ ഇംപ്രൂവ്മെന്റ് എക്സാമുമായി ബന്ധപ്പെട്ട അപ്ഡേറ്റ്സ്, അതുപോലെ തന്നെ ചാപ്റ്റർ വൈസ് അതിനകത്ത് ട്രിക്കുകൾ, സ്ട്രാറ്റജീസ് ഒക്കെ നമ്മുടെ ചാനലിൽ വരും. ഒപ്പം തന്നെ അതിനകത്ത് ഫ്രീ മെറ്റീരിയൽസ് ഒക്കെ നമ്മൾ അതിനകത്ത് നൽകുന്ന നമ്മുടെ PDF കാര്യങ്ങളൊക്കെ നൽകുന്ന ഒരു കമ്മ്യൂണിറ്റി ഉണ്ട്. അതിലും നിങ്ങൾ ജോയിൻ ആയിക്കോളൂ. കമ്മ്യൂണിറ്റിയുടെ ലിങ്ക് ഞാൻ അതിനകത്ത് കമന്റ് ബോക്സിൽ വെക്കാം. ഓൾറെഡി ഒരുപാട് പേര് ജോയിൻ ആയിട്ടുണ്ട്. അപ്പം ഇതിനകത്ത് ഇനി നിങ്ങളിപ്പം ഫെയിലായി എന്ന് വിചാരിച്ച് നിരാശപ്പെടേണ്ട. കാരണം ഒരുപാട് വളരെ മാർക്ക് കുറഞ്ഞവര് പോലും ഒരുപാട് പേര് നമ്മളെ വീഡിയോസ് ഒക്കെ കാണുന്നവർക്ക് അറിയാം നമ്മുടെ റിസൾട്ട് കാര്യങ്ങൾ മുൻ വർഷങ്ങളുടെ. ഇത്തവണത്തെ റിസൾട്ടുകളൊക്കെ വരാനിരിക്കുന്നേ ഉള്ളൂ. ഒരുപാട് നല്ല റിസൾട്ട്. ഇപ്പം അതിനകത്ത് 6 മാർക്ക് 35, അതുപോലെ തന്നെ 46 അറൗണ്ട് 40+ മാർക്കൊക്കെ സ്കോർ ചെയ്ത കേസുകളൊക്കെ ഇനി വരാനിരിക്കുന്നുണ്ട്. ഈ വർഷത്തെ റിസൾട്ടുകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. അത് അപ്ഡേറ്റ് ആക്കിയിട്ട് നമ്മൾ ഈ വർഷത്തെ റിസൾട്ടുകൾ അടക്കം അതിനകത്ത് നമ്മൾ ചെയ്യും. ഇത് മുൻ വർഷങ്ങളിൽ അതിനകത്ത് 6 മാർക്കുമായി വന്ന് 32 വാങ്ങിയവര്, ഡബിൾ പാസിലോട്ട് വാങ്ങിയവര്, അതുപോലെ 1ഉം 2ഉം 3ഉം ഒക്കെ സബ്ജക്റ്റുകൾ അതിനകത്ത് ഫെയിലായവര്, അതുപോലെ തന്നെ 5 മാർക്ക് 24ലോട്ട് വന്നവര്, 6 27ലോട്ട് വന്നവര്, 5ഓ 7ഓ എങ്ങാണ്ടായിരുന്നു ഈ പയ്യന് പഠിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. +1 8 എങ്ങാണ്ടാണ് ഫിസിക്സിൽ. അങ്ങനെ പിന്നെ 28 വേണമായിരുന്നു, 28 നേടി. 9 31 ഈ ഒരു കേസ് 40 അറൗണ്ട് മാർക്ക് നേടി ഫെയിലായി വന്നിട്ട്. അപ്പൊ അങ്ങനെ ഒരുപാട് കേസുകൾ 17 30ഉം 10 28ഉം 14 32ഉം അങ്ങനെ ഒരുപാട് ബി ഗ്രേഡിലോട്ട് വന്ന കേസുകൾ. അതുപോലെ തന്നെ അതിനകത്ത് മൂന്നാമത്തെ ചാൻസിൽ അതിനകത്ത് നമ്മളെ കുറിച്ച് അറിഞ്ഞു. പിന്നെ അതിനകത്ത് ബയോളജിയും മാത്സും ക്ലിയർ ആയ ഒരു കേസ്. ഇത് പിന്നെ ബാച്ചിൽ ഒരു കേസാണ്. മിനിമം A+ ഒക്കെ ഉള്ള ഒരു പയ്യന് പോലും നമ്മുടെ ബാച്ചിൽ അതിന്റെ സയൻസ് സ്ട്രീമിലുള്ള സബ്ജക്റ്റുകളൊക്കെ നല്ല മാർക്കിലോട്ട് എത്താൻ സാധിച്ചു. അതുപോലെ തന്നെ അത് +1 ഫിസിക്സിൽ +1 ഒരു കേസായിരുന്നു. പിന്നെ ഇതിനകത്ത് ഇത്തവണ +1 ഇംപ്രൂവ്മെന്റിന്റെ കേസുകളാണ് ഇത്. ഇവർക്കൊക്കെ അതിനകത്ത് മൂന്നാമത്തെ ചാൻസിലാണ് നമ്മളെ കുറിച്ചറിഞ്ഞ് ആദ്യം ഫെയിലായി, വീണ്ടും ഫെയിലായി, പിന്നെ നമ്മളെ കുറിച്ചറിഞ്ഞ് ബാച്ചിൽ ജോയിൻ ആയിട്ട് കണ്ടോ 36 മാർക്കൊക്കെ. അപ്പം ഇതുപോലെ മൂന്നാമത്തെ തവണയാണ് ഞാൻ പറഞ്ഞ ഒരു റിസൾട്ട് കൂടി ഇതിനകത്ത് ഇപ്പം +2ന്റെ റിസൾട്ട് വന്നപ്പോൾ അതിനകത്ത് വരാനുണ്ട്. അപ്പൊ അതിന്റെ റിസൾട്ട് അതിനകത്ത് എന്റെ മൊബൈൽ അതിനകത്ത് അവർ സെൻഡ് ചെയ്തായിരുന്നു. ആ ഒരു റിസൾട്ടിലോട്ട് ഞാൻ പോകുമ്പോൾ ഇപ്പൊ അവരുടെ ആ ഒരു റിസൾട്ട് അതിനകത്ത് വന്നിരിക്കുന്നത് ഇപ്പം ഒരു കേസ് വന്നത് 6 ഉള്ളത് 35 ആയ ഒരു കേസ് ഇപ്പൊ ഇത്തവണ അതിനകത്തുണ്ട്. അതുപോലെ തന്നെ മറ്റൊരു കേസ് അതിനകത്ത് ഞാൻ കാണിക്കാം. മറ്റൊരു കേസിൽ അവർ പറഞ്ഞിരിക്കുന്നത് അവരുടെ മാർക്ക് 46 ആയിട്ടുണ്ട്. അവരുടെ മാർക്ക് ഇപ്പം 46 ഫെയിൽ ആയ ഒരു സ്റ്റുഡന്റിന് ഇപ്പം 46 മാർക്ക് അതിനകത്ത് കെമിസ്ട്രിയിൽ സെക്കൻഡ് ഇയറിൽ. അപ്പൊ അത്രയും മാർക്ക്, അതായത് ഫെയിൽ ആയവർക്ക് പോലും എന്താ പറയാ 46 ഒക്കെ എത്തിയെന്ന് പറഞ്ഞാൽ അപ്പോൾ ആ രീതിയിൽ അതിനകത്ത് കോഡുകളും ട്രിക്കുകളും ഒക്കെ ആക്കി പഠിച്ചുകൊണ്ടാണ്. അപ്പൊ നമ്മുടെ ബാച്ചുമായി ബന്ധപ്പെട്ട് കാര്യങ്ങൾ നിങ്ങൾക്ക് അതിനകത്ത് ബാച്ചിൽ ജോയിൻ ആകാൻ താല്പര്യമുണ്ടെങ്കിൽ ഈ ഒരു നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം. നിങ്ങളുടെ കൂടെ നിന്ന് ഈ ഒരു സേ എക്സാം കഴിയുന്നത് വരെ ഓരോ കാര്യങ്ങളും എങ്ങനെ പഠിക്കണമെന്ന് പറഞ്ഞ് നമ്മൾ അതിനകത്ത് ക്ലാസ്സുകൾ നൽകുന്നതാണ്. അപ്പൊ 77 36 70 70 45 അപ്പം അഫോർഡബിൾ ആവുന്ന രീതിയിലുള്ള ഫീസ് കാര്യങ്ങളൊക്കെ ഉള്ളൂ. അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ജോയിൻ ആകാൻ ആ നമ്പറിൽ എന്നെ കോൺടാക്ട് ചെയ്യാം. ഒപ്പം നമുക്ക് സേയുടെ ടൈം ടേബിൾ ഷെഡ്യൂളിലോട്ട് വരുമ്പോൾ അതിനകത്ത് നോക്കൂ നിങ്ങൾ 29-ാം തീയതി ഉച്ചക്ക് അതിനകത്ത് 29-ന് രാവിലെ എന്തുണ്ട്, പാർട്ട് 2 ലാംഗ്വേജ് എഴുതുന്നവർ അതുണ്ട്. പിന്നെ കമ്പ്യൂട്ടർ സയൻസ്, ഇൻഫർമേഷൻ ടെക്നോളജി ഒക്കെ അതിനകത്തുണ്ട്. ഞാൻ പക്ഷേ സയൻസിൻ്റെതാണ് ഇത് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പൊ മറ്റ് സ്ട്രീമുകളിലുള്ളവർ നിങ്ങൾ നിങ്ങളുടെ അതിനകത്ത് ഓൺലൈനിൽ അവൈലബിൾ ആണ്. എന്തായാലും സയൻസിന്റെ കാര്യം ഞാൻ പറയാം. 29/6 ആഫ്റ്റർനൂൺ ഉച്ചയ്ക്ക് ശേഷം കെമിസ്ട്രിയാണ്. 29-ാം തീയതി അതായത് സ്റ്റാർട്ടിംഗ് ദിവസം തന്നെ കെമിസ്ട്രിയാണ്. അപ്പൊ കെമിസ്ട്രിക്ക് നിങ്ങൾക്ക് പഠിക്കാൻ അത്യാവശ്യം നല്ല എന്തുണ്ട്, ആ ഒരു ഫസ്റ്റ് എക്സാം ആയതുകൊണ്ട് നിങ്ങൾ ആ രീതിയിൽ പഠിക്കും. പിന്നെ 30-ാം തീയതി നെക്സ്റ്റ് ദിവസം രാവിലെ ഇംഗ്ലീഷ് ഉണ്ട്, പക്ഷെ ഉച്ചക്ക് ബയോളജി ഉണ്ട്. അപ്പം ഇംഗ്ലീഷും ബയോളജിയും ഉള്ളവർക്ക് ആ രീതിയിൽ അതിനകത്ത് രാവിലെയും ഉച്ചക്കും വരുന്നുണ്ട്. ഇംഗ്ലീഷും ബയോളജിയും ഉള്ളവർക്കല്ല, ഇംഗ്ലീഷ് അന്ന് 30-ാം തീയതി രാവിലെയാണ്, പക്ഷെ 1-ാം തീയതിയാണ് ബയോളജി. പിന്നെ 2-ാം തീയതി ഉച്ചക്ക് ഫിസിക്സ് ആണ്. 3-ാം തീയതി മാത്തമാറ്റിക്സ് ആണ്. അപ്പൊ മാത്സ്. അപ്പൊ നിങ്ങൾക്ക് ഇതിനകത്ത് 1-ാം തീയതി 2-ാം തീയതി ബയോളജി കണ്ടിന്യൂസ് ആയിട്ട് വരുന്നുണ്ട്. അപ്പൊ ഇംഗ്ലീഷ് മിക്കവാറും പേർക്ക് അതിനകത്ത് ഉണ്ടാവില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ കെമിസ്ട്രി കഴിഞ്ഞാൽ പിന്നെ ബയോളജിക്ക് ചെറിയൊരു ഗ്യാപ്പ് ഉണ്ട്. ഒരു ദിവസത്തെങ്കിലും ഗ്യാപ്പ് പലർക്കും കിട്ടും. പിന്നെ ഫിസിക്സ് അതിനകത്ത് കണ്ടിന്യൂസ് ആണ്. അതുപോലെ തന്നെ മാത്സും അതിനകത്ത് എന്താണ്, അടുത്തടുത്ത ദിവസങ്ങളാണ്. അപ്പൊ ഇപ്പോഴേ അതൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുക, ഫിസിക്സും മാത്സും ഇപ്പോഴേ നിങ്ങൾ ആ രീതിയിൽ ഷെഡ്യൂൾ ചെയ്യുക. കെമിസ്ട്രി നിങ്ങൾ ഫസ്റ്റ് സബ്ജക്റ്റ് ആയതുകൊണ്ട് നിങ്ങൾക്ക് ടൈം ഉണ്ടാകും. ബയോളജിക്ക് ഒരു ദിവസമെങ്കിലും കിട്ടുന്നുണ്ട്, അതൊരു ആശ്വാസമാണ്. എന്നിരുന്നാലും ഈ 3 സബ്ജക്റ്റുകളും നിങ്ങൾ ഇപ്പോഴേ അതിന്റെ 3ഉം അതിനകത്ത് ഓരോന്നും പോയവർ അത് പാരലലി തന്നെ പോവുക. ഓരോ ദിവസവും ഇപ്പൊ 3 സബ്ജക്ട് പഠിക്കേണ്ടവരാണെങ്കിൽ ഓരോ രാവിലെ ഇത് പഠിക്കുക, ഉച്ചക്ക് പഠിക്കുക, രാത്രി പഠിക്കുക, അങ്ങനെ 4ഉം പഠിക്കേണ്ടവരാണെങ്കിൽ ആ രീതിയിൽ മണിക്കൂറുകൾ ഡിവൈഡ് ചെയ്തിട്ട് ഷെഡ്യൂൾ ചെയ്ത് പഠിക്കുക. അപ്പം എന്തായാലും നിങ്ങൾക്ക് നമ്മുടെ ബാച്ചുമായി ബന്ധപ്പെട്ട് കാര്യങ്ങൾ അറിയാൻ ഞാൻ പറഞ്ഞല്ലോ, ആ നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. ഒപ്പം നമ്മുടെ വാട്സ്ആപ്പ് കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ആകാൻ മറക്കണ്ട. ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ.
ഒരുപാട് ഇംപ്രൂവ്മെന്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ നമ്മുടെ ചാനലിൽ വരും. അപ്പോൾ ദാറ്റ്സ് ഓൾ. താങ്ക്സ് ഫോർ വാച്ചിങ്.